സൈസ് സാധനമാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ചൂണ്ട കുത്തി വരാലിനെ പിടിക്കാനുള്ള പ്ലാനാണ്. അതായത് ഇതുപോലുള്ള കുത്തി ചൂണ്ട, ഇത് 12 ചൂണ്ടകളുണ്ട്. ഇത് കുത്തി നമ്മൾ വരാലിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ലൈവ് വെയിറ്റ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട്, നമ്മൾ ജീവനുള്ള മീനെ യൂസ് ചെയ്തുകൊണ്ടാണ് വരാലിനെ പിടിക്കുന്നത്. ഇതുപോലുള്ള ചാലിൽ നമ്മൾ സൈഡിൽ ചൂണ്ട കുത്തി ഏകദേശം ഒരു 30 മീറ്റർ ഡിസ്റ്റൻസ് ചൂണ്ട കുത്തി ലൈവ് വെയിറ്റ് നമ്മൾ ഗൗരാമി എന്ന് പറഞ്ഞ ഫിഷിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് വരാൽ പിടിക്കാൻ തന്നെ നമ്മൾ ഉദ്ദേശിച്ചതിന് കാരണം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കുറച്ച് ബന്ധുക്കളൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. അവർക്ക് വരാൽ കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചൂണ്ട കുത്തി മീനെ പിടിക്കാനായിട്ട് ഇറങ്ങിയേക്കുന്നത്. അപ്പം നമുക്ക് അതിന് വീഡിയോ ഒക്കെ പോകാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കൂടെ കൂടിക്കും. അവിടെ നിന്ന് കുത്തി തുടങ്ങാം അല്ലടാ. ആ ഭാഗത്തു നിന്ന് നമ്മളെ ആ കാണുന്ന ആ സൈഡിൽ നിന്ന് ഓരോ ചൂണ്ടയായിട്ട് കുത്തി കുത്തി അങ്ങേ അറ്റം വരെ കുത്താനുള്ള പ്ലാനാണ്. അപ്പം 12 ചൂണ്ടയുണ്ട്. 12 ചൂണ്ട നമുക്ക് കൊള്ളിക്കണം. അപ്പോൾ ഏകദേശം ഒരു 10-20 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഓരോ ചൂണ്ട കുത്തും. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മളെ ആദ്യത്തെ ചൂണ്ട കുത്താൻ പോവാണ്. നമ്മൾ ലൈവ് വൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്തുവാണ് നമ്മൾ കാണിച്ചു തരാം. ക്യാമറമാനെ ഒന്ന് കാണിച്ചു. ഈ സാധനമാണ് നമ്മൾ ലൈവ് വൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഗൗരാമി എന്നൊക്കെ നാട്ടിൽ പറയും. ഇതിനെ ഇഷ്ടം പോലെ സുലഭമായിട്ട് നമുക്ക് കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ കിട്ടാറുണ്ട്. നമ്മുടെ കണ്ടങ്ങളിലുണ്ട് ഇതിനെ കാണാൻ. കണ്ടോ, ഇതാണ് സാധനം. ഇതിനെയാണ് നമ്മൾ ലൈവ് വൈറ്റായിട്ട് കോർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് വരാൽ പിടിക്കാൻ പറ്റിയൊരു മെത്തേഡാണ് ഈ ലൈവ് വൈറ്റ് കോർത്തിട്ട്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നില്ലെങ്കിൽ പള്ളത്തി അല്ലെങ്കിൽ ചെറിയ പരലെ അല്ലെങ്കിൽ നമ്മുടെ കല്ലുമൂട്ടി, കരിപ്പിടി എന്നൊക്കെ പറയുന്ന സാധനം, അതിൻ്റെ ചെറുതെ ഇതിനൊക്കെ യൂസ് ചെയ്താൽ ജീവനുള്ള തവള അല്ലെങ്കിൽ ഒന്നും നടന്നില്ല ജീവനുള്ള പാറ്റ, ഇതിനൊക്കെ കോർത്ത് ചെയ്ത് നമുക്ക് ഈ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഏതായാലും ആദ്യത്തെ ചൂണ്ട കുത്തി നോക്കാം. വേണ്ടേ, ഇതിനെ നമ്മൾ വേണ്ട ഇങ്ങനെ ഇവൻ്റെ പുറത്തുകൂടെ ഒരുപാട് വെള്ളം ഈ താഴോട്ട് ഇറക്കാതെ അതിൻ്റെ വയറിൻ്റെ ഭാഗം ഒന്നും ഇറക്കാതെ പുറത്തുകൂടെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ചൂണ്ട ഇങ്ങനെ കോർത്ത് ഇറക്കി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇറക്കിയിട്ട് നമ്മൾ നേരെ ഈ തടത്തിലോട്ട് സെറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇത്രയും പരിപാടിയേ ഉള്ളൂ. എന്നിട്ട് ഇവൻ ഇങ്ങനെ ഇതിനകത്ത് കിടന്ന് ഓടുമ്പം വരാൽ ചാടി കയറി പ്ലക്കോ എന്ന് പറഞ്ഞ് വെട്ടുമ്പം അതിൻ്റെ വായി ഹുക്കാവും. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ സിമ്പിൾ മെത്തേഡാണ്. അപ്പം ഇത് എത്ര പിടിച്ചാലും തന്നെ ഇങ്ങനെ വള്ളി കൊടുക്കത്തേ ഉള്ളൂ. മീൻ ഊരിക്കൊണ്ട് പോകത്തില്ല. മീൻ ഊരിക്കൊണ്ട് പോകണ വല്ല വാഹ പോലെ ശക്തമായുള്ള മീൻ വല്ല അടിച്ചാൽ ഊരിക്കൊണ്ട് പോകും. വരാലിന് അതിനുള്ള റാണിയൊന്നുമില്ല, ഒരാൾ ഊരിക്കൊണ്ട് പോകത്തില്ല. അപ്പോൾ ഇതാണ് മെത്തേഡ്. അതുപോലെ നമ്മൾ എല്ലാ ചൂണ്ട സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അങ്ങനെ നമ്മളെ അടുത്ത ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നിരത്തി പിടിച്ചങ്ങ് അടിക്കുക, ഒന്നും നോക്കുന്നില്ല. അങ്ങനെ മൂന്നാമത്തെ സെറ്റ് മച്ചന്മാരെ. അങ്ങനെ നാലാമത്തെ ചൂണ്ട നമ്മൾ കുത്താൻ പോവാണ്. നമ്മളിനി 12 ചൂണ്ട കുത്തുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല. ഈ 12 ചൂണ്ട കുത്തി കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങളെ കാണിക്കാം. ഇതിലെല്ലാം ഞങ്ങളൊന്ന് കുത്തട്ടെ. കുത്തി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങളെ കാണിക്കാം. അപ്പം ഇത് അതിന് മുമ്പേ കാണിച്ചതുപോലെ സെയിം മെത്തേഡിൽ തന്നെ അങ്ങേ അറ്റം വരെ സാധനം ഇങ്ങനെ കുത്തി നിരത്തുകയാണ്. നിരത്തിട്ട് ലാസ്റ്റ് നമുക്ക് കാണിക്കാം. നമ്മൾ ചൂണ്ടയെല്ലാം കുത്തി തീർത്തിട്ടുണ്ട്. അങ്ങേ അറ്റം മുതൽ ആ വെള്ള കാണുന്ന ആ ഭാഗം മുതൽ അവിടുന്ന് ഇങ്ങേ അറ്റം വരെ ഈ ലാസ്റ്റ് ചൂണ്ട തന്നെ ഇതാണ്. ഇങ്ങേ അറ്റം വരെ നമ്മൾ ചൂണ്ട കുത്തിയിട്ടുണ്ട്. മൊത്തം 12 എണ്ണമാണ് കാച്ചിയേക്കുന്നത്. അതായത് ഏകദേശം ഒരു 500 മീറ്ററിൻ്റെ ഇടെ ഒരു 12 ചൂണ്ട നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാൻ വരുന്ന രാത്രിയാണ് വരുന്നത്. രാത്രി ഒരു 9:30-10 മണിയോട് കൂടി നമ്മൾ രാത്രി നോക്കാൻ വരും. രാത്രി ആവുമ്പോൾ മീൻ എല്ലാം കിട്ടുന്നത് നിങ്ങളെ കാണിക്കാൻ. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് രാത്രി കാണാം. മച്ചാമാരെ, അങ്ങനെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മണി 10:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ലൈവ് വെയിറ്റും എടുത്തിട്ടുണ്ട്. അതുമായിട്ട് നമ്മൾ പോവാണ്. അപ്പം മീൻ കിട്ടുന്ന മീനെ നമ്മൾ എടുക്കും. പണ്ട് ബാക്കിയുള്ള ചൂണ്ടായി നമ്മൾ കൊരുത്തിട്ട് വരാനാണ് ഇപ്പം തൽക്കാലം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം പോകാം. കുറച്ച് ഇരുട്ടുള്ള സ്ഥലത്തോടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ടാസ്ക്കാണ്. പാമ്പൊക്കെ കാണും. 3 പറയിലും ടോർച്ചുണ്ട്. അപ്പം നമുക്കതിൽ പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന് കേട്ടോ.
നമ്മൾ പോകുന്ന വഴിയാണ്, വഴി ഇച്ചിരി ടാസ്ക്കാണ്, മൊത്തം കാടാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം പോകാൻ. വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. പാമ്പൊക്കെ ഉള്ള ഏരിയയാണ്. ഇവിടെ ഇപ്പം ആൾതാമസം ഇല്ലാതെ കിടക്കുന്നൊരു പാമ്പാണ്. ഇവിടുന്ന് വേണം നമുക്ക് കാണുന്ന കണ്ടത്തിലോട്ട് ഇറങ്ങാൻ. അച്ഛന്മാരെ, നമ്മുടെ ആദ്യത്തെ ചൂണ്ട മീനുണ്ട് കേട്ടോ. വന്നേ. ഓ, ചില്ലി അത് പിടിച്ച് ഓടിക്കടാ കേട്ടോ. ചൂണ്ടച്ചില്ലി പിടിച്ച് ഓടിച്ചു കേട്ടോ. എന്നിട്ട് ഓടിച്ച്. അയ്യോ, നല്ല മീനാണെന്ന് തോന്നുന്നു. നല്ല മീനാണെന്ന് തോന്നുന്നു. വരാല. അടാ നാടൻ വാള. മക്കളെ നാടൻ വാള, ചെറു ചൊട്ടാൻ വാള. കണ്ട്, നാടൻ വാള, വരാലിട്ട കിണിയിൽ നാടൻ വാള. ചെറുതാണ് കേട്ടോ, അതിന് വലുപ്പമൊന്നുമില്ല. അല്ല, ഇതാന്ന് തോന്നുന്നു നിങ്ങളുടെ ചൂണ്ടെന്ന് കടിച്ചു മുറിച്ചുകൊണ്ട് പോയത്. ഒരു 3/4 കിലോ 1/2 കിലോ കാണും ഒരു ചൊട്ടാൻ വാള. അതിനകത്ത് ഗ്രിപ്പറൊക്കെ ഉണ്ട് അഞ്ഞൂടുത്തെ. ഇപ്പം നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, മുക്കപ്പ് കണ്ടോ, അണ്ണാക്കിലോ കയറിയേക്കുന്നത്. ഇത് മൊത്തം ഒരച്ച് കേട്ടു. ആ വാ കണ്ടോടോ, പല്ല് കണ്ടോ, അതിൻ്റെ അകത്തും കണ്ടോ. ഗിപ്പറ ഞെത്ത്. ഇതിന്റെ 2 വട്ടം ചൂണ്ട പൊട്ടിക്കൊണ്ട് പോയത്. അതാ വേണമച്ചാ വരെ നമുക്ക് കിട്ടി നാടൻ പാള. ഞാൻ എൻ്റെ എട്ടോർച്ചൊക്കെ ഓഫാക്കി വേണ്ടേ. വേണ്ട കണ്ടോ, ചെറുതാണേലും ഇത് നമുക്ക് പ്രതീക്ഷിക്കാൻ കിട്ടിയൊരു സാധനം കേട്ടോ. നമ്മുടെ കമ്പ് പിടിച്ച് ഇവനെ ഓടിച്ച്. കമ്പൊക്കെ ഓടിക്കണമെങ്കിൽ അത്രയ്ക്ക് വില ഉണ്ടോ ഇതിന്? ആ, വാളയല്ലേ, ചെറുതാണേലും എന്താ നമ്മൾ ഐശ്വര്യമായിട്ട് ചാക്കിലോട്ട് ഇടുവാണ്. ചാക്കിനെടുത്തേ അതിൻ്റെ അത് വറക്കാൻ ക്രിസ്മസിന് വറക്കാൻ പ്രതീക്ഷിക്കാത്ത മീനാ കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ അത് വാള കാണുമെന്ന് നമുക്ക് അറിയത്തില്ല. കയറി കിടന്നായിരിക്കും. ഓക്കെ, അപ്പം അടുത്ത് നമുക്കിനി 10-15 ചൂണ്ടയോളം ഉണ്ട്. അതൊന്ന് നോക്കാം. അമ്പാടി ഇത് പിടിച്ചു. അതിനകത്ത് മീനുണ്ട് കേട്ടോ. പിടിച്ച് പറിക്കുന്നു. ഇത് കമന്നു പോലെ, ഇത് നോക്കിയാണേ, ലൈറ്റ് കമന്നു പോലെ. നശിപ്പിക്കില്ല. അടുത്ത ചൂണ്ട നമുക്ക് വരാലുണ്ട്. ആഹാ, ഇത് മറ്റേ വരാല കേട്ടോ. നാടനല്ല. ആണ്ടെ അടുത്തൊരു വളർത്ത് വരാല്. അടുത്ത അവിടെ കണ്ണില്ല ഹുക്ക് കയറിയിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു 1/2 കിലോയുള്ള അടുത്ത ചൂണ്ട വരാല്. അപ്പോൾ മുമ്പേ നോക്കിയ ഒരു ചൂണ്ടക്കകത്തൊന്നും ഇല്ലായിരുന്നു. ഇതിനെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. നമ്മുടെ നാടൻ വരാലല്ല കേട്ടോ, ഇത് മറ്റേ വളർത്ത് വരാല. കളർ കണ്ടോ. അപ്പം ഒരു വരാലെ ഒരു വാള, ചൊട്ടാൻ വാള. ഓക്കെ, ഇതിനെ നമുക്ക് തീറ്റ കോർത്തിട്ട് പോയേക്കാം. അതെല്ലാം തിരിച്ച് വരുമ്പോൾ ഒരുപാട് സമയമാണ്. ഇതിനകത്തും തീറ്റയുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് തീറ്റയും പോയിട്ടില്ല. മുന്നോട്ട് നോക്കാം. ഏത് മീനുണ്ടോ? ഉണ്ടോ? എൻ്റെ അകത്തുണ്ട്. ആ ചൂണ്ട മീനുണ്ട്. ഈ ചൂണ്ടയിൽ മീനുണ്ടെന്ന് തോന്നുന്നു. മഴക്കമൊക്കെ ഉണ്ട്. മീനുണ്ട്. അത് നാടൻ കണ്ടോ. അടുത്ത നാടൻ വരാൻ മുമ്പ് നമുക്ക് കിട്ടിയ വിയറ്റ്നാമായിരുന്നു. മതി വട്ടം അടിച്ചതാ കണ്ടോ. ഈ നാടൻ വരാനാണ് നമുക്കടുത്ത് കിട്ടിയത്. വിയറ്റ്നാമിൻ്റെ നാടൻ തമ്മിൽ കളർ വ്യത്യാസം കണ്ടോ. ഇത് കണ്ടോ, കറുപ്പും മറ്റേതൊരു വൈറ്റ് കളർ ചേർന്നതാണ്. ഇനി അപ്പോൾ ഊരിയേക്കാം. കണ്ടോ, അത്യാവശ്യം ഒരു 3/4 കിലോ, 1/2 കിലോ 1/2 കിലോ ഒക്കെ കാണത്തുള്ളൂ. പരുവുള്ള വരാലാണ് കണ്ടോ. ഭാഗ്യത്തിനൊന്നും വിട്ട് പിടിക്കത്തില്ല. ചാക്കിഞ്ഞുണ്ടോടാ, ചാക്ക് പിടിക്കല്ലേ, ഇത് കൈയും തല്ലി. അതിനിട്ടപ്പം 2 വരാലായി. ഈ തീറ്റി ഒന്ന് പുറത്തിട്ട് കിടന്ന് കളിക്കുന്നുണ്ടോ. കണ്ടോ, വെട്ടം കണ്ടോ. കണ്ടോ, വരാല കിടന്ന് കളിക്കുന്നുണ്ടോ. ക്ലോസിൽ നിർത്തേ കണ്ടോ. ചൂണ്ട വരാല കിടന്ന് കളിക്കുന്ന കളി കണ്ടോ.
കണ്ണിൽ തന്നെ കയറിയേക്കും കേട്ടോ. മോനെ കഴിഞ്ഞെടുത്ത മോനെ ഇപ്പം ശരി അങ്ങനെ കാണും. വേണ്ട മച്ചവനെ. ആ ഇത് ഇച്ചിരി വലിപ്പമുണ്ട് കേട്ടോ. വേണം മച്ചവനെ. ഇത് ഇച്ചിരി വലിപ്പമുള്ള ഒരാളാണ്. ഒരു 3/4 കിലോളം കാണും. ടോർച്ച് തല വെക്കാൻ സൗകര്യമില്ല. ഏകദേശം 3/4 കിലോളം വലിപ്പമുള്ള വരെ പിടയ്ക്കണ സാധനം കേട്ടോ. ഇത് നാടൻ വരാലാണ്, വിയറ്റ്നാം ഒന്നുമില്ല. നാടൻ വരാനും വിയറ്റ്നാം തുമ്പ ഒരെണ്ണം ഒരു വിയറ്റ്നാമേ കിട്ടിയുള്ളൂ. അമ്പടി ജാക്ക് വീട്ടാ. ലാസ്റ്റ് നിങ്ങളെ മീനെല്ലാം കൂടെ ഒന്ന് കാണിക്കാം നമുക്ക് കരക്ക് കയറിയിട്ട്. ഇവിടുത്തെ അങ്ങോട്ട് പോയാൽ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടിയാൽ ഇവിടെയും കണ്ടമാണ്, ഈ കണ്ടത്തിൽ പോവും. അങ്ങോട്ട് ചാടിയാൽ വീടിച്ച ചാലിൽ തന്നെ പോകും. അതുകൊണ്ടാണ് അത് ഷോ ചെയ്യാത്തത്. ഇങ്ങനെ ചാക്കിനകത്ത് വെച്ച് നമ്മൾ ഊരുന്നു. എന്തിനാ വെറുതെ മീനെ കളഞ്ഞു? ഓക്കെ അതിലടിച്ചു അത് ഇത് കോർത്തെടുത്ത് പോകാം. ഈ ചൂണ്ട എന്തിനാ മീനുണ്ട് ഗൈസ്. വെട്ടിക്കിടക്കുക വേണ്ട കണ്ടോ. സൈസ് ഐസ് വരാല് കണ്ടോ. അത് നാടനാണോ വിയറ്റ്നാമാണോ? നാടൻ. ഇപ്പം പറ, കര കയറുമ്പോൾ പറയത്തില്ല. നാടൻ നാടൻ അമ്പാടി എന്താ പറഞ്ഞേ? വളർത്തരാണോ? നമുക്ക് നോക്കാം. ഞാൻ പറയുന്നു അവൻ വിയറ്റ്നാമാണ്. വളർത്തുവരാൻ ഇങ്ങനെ ഇരിക്കുന്നു. ചെറുതല്ല കേട്ടോ. അമ്പാടി പറഞ്ഞ തെറ്റിയിരിക്കുന്നു. അല്ല ഫെബിൻ പറഞ്ഞ തെറ്റിയിരിക്കുന്നു ക്യാമറമാൻ. ഇത് ഒന്നാന്തരം വിയറ്റ്നാം വരാനാണ്. അപ്പോൾ ഇനി സിംഗപ്പൂർ മലേഷ്യ എന്നൊക്കെ വരാനുണ്ടോ? ഏതൊക്കെ ടൈപ്പ് വരാനാന്ന് പറഞ്ഞു. അത് ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഏകദേശം ഒരു കിലോളം സൈസ് ആണ്. ആണ്ട പോകും. ആ പോകും ചൂണ്ട കിടക്കില്ല. എവിടെ വരെ പോകാൻ? അപ്പം ഇതാണ് സാധനം. കണ്ടോ സൈസ് സാധനം. എല്ലാത്തിൻ്റെ കണ്ണിലാണ് ഹുക്ക് കയറുന്നത്. എടാ പിടി, ഞാൻ ഊരിയേക്കാം. ചാട്ട വെച്ച് ഊരുക. കഴിഞ്ഞ ദിവസം വാഹം അടിച്ച പോലെ ഇതിൻ്റെ കയ്യിൽ നിന്ന് കടി കിട്ടിയ റെഡിയായി. വേണ്ടേ അമ്മ അത് വണ്ടി കണ്ടോ മച്ചാൻ വരെ. വിയറ്റ്നാമാരാണ് കണ്ടോ, കറക്റ്റ് കളർ കണ്ടോ, വിയറ്റ്നാമാ. ഓക്കെ ഇതും കൂടെ കുത്തിയിടാം മച്ചാന്മാരെ. ഈ കാണുന്ന നമ്മൾ ആദ്യം കുത്തിച്ച് കൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് നോക്കി കൊണ്ട്. അതിനകത്തും തീറ്റി ഒന്നുമില്ല, മീൻ കാണത്തൊന്നുമില്ല. തീറ്റ അതിനകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ തീറ്റ കുത്തിയിടുവാണ്. അപ്പോൾ നമുക്ക് 3-4 വരാൽ കിട്ടിയില്ലേ. 4 വരാലെ ഒരു വാള. 12 ചൂണ്ടകളും കിട്ടിയിട്ട് നമുക്ക് കിട്ടിയത് 4 വരാലെ ഒരു വാളയാണ് ഇന്ന് രാത്രി കിട്ടിയിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് നമ്മൾ കരക്ക് കയറിയിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഇങ്ങനെ വിശദമായിട്ട് കാണിക്കും. കാരണം കയ്യെല്ലാം മണലാണ് മീനെ പിടിക്കുന്നത്. മണല ഇവിടെ ഹിറ്റാച്ചിക്ക് കോരി ക്ലിയർ ചെയ്തതാണ്. അപ്പം മണലും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പം കരക്ക് കയറിയിട്ട് നമുക്ക് ഒന്നുകൂടെ മീനെ നിങ്ങൾ വിശദമായിട്ട് കാണിക്കും. അപ്പോൾ ഈ ചൂണ്ട ഒന്ന് കുത്തി ക്ലിയർ ചെയ്തിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ആ കുത്തിയ ചൂണ്ടയ്ക്ക് അത് വല്ല ബിരുദന്മാരും വെട്ടിക്കിടമുണ്ട് നിങ്ങൾ ഒന്നുകൂടെ കാണിക്കുക. അതിനെ പിടിക്കുന്ന കാണിക്കുക. ഓക്കെ മച്ചാന്മാരെ, നമ്മൾ ചൂണ്ട കുത്തി ലാസ്റ്റ് നോക്കിയിട്ട് അങ്ങോട്ട് പോവാന്ന് ഞാൻ പറഞ്ഞില്ല. കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞു തന്നെ നടന്നു. ഒരു ചൂണ്ട മീൻ അടിച്ചിട്ടുണ്ട്. സൗണ്ട് കേൾക്കാം. പെട്ടെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞാണ് തിരിച്ചു പോകുമ്പോൾ ഒരു മീൻ വെട്ടാൻ സാധ്യതയുണ്ട്. കേട്ടോ തിരിച്ച് വന്നപ്പോൾ തന്നെ വെട്ടി. ഇത് നാടനാണ് വിയറ്റ്നാമാണ്. വിയറ്റ്നാമാണ് കേട്ടോ. സൈസ് വിയറ്റ്നാം, മേഡ് ഇൻ വിയറ്റ്നാം. മച്ചാന്മാരെ, അപ്പോൾ നമുക്ക് 5ാമത്തെ വരാല്. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞില്ല തിരിച്ചു പോകുമ്പോൾ ഒരു മീൻ പെട്ടാൻ സാധ്യതയുണ്ട്. അതാണ് സൈസ് കേട്ടോ. വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരു 3/4 കിലോ 1 കിലോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 1 കിലോ ഉണ്ട്. അത്യാവശ്യം വാഹയുടെ ചെറിയ വാഹയുടെ ഒക്കെ സ്ട്രക്ചർ പോലെ. വേണ്ടേ കണ്ടോ, നല്ല വെള്ളി കളർ. ഓക്കെ എടുത്തിട. 5ാമത്തെ വരാല് തിരിച്ചു വന്നപ്പം കിട്ടിയത്. ഞാൻ പറഞ്ഞില്ല തിരിച്ചു പോകുമ്പോൾ മീൻ വല്ലതും കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. മീൻ നല്ല രീതിയിൽ ഇപ്പോഴായിരിക്കും മീൻ വെട്ടുന്ന സമയം. 5ാമത്തെ വരാൽ മച്ചന്മാരെ വീണ്ടും ഭാഗ്യം. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ പോയിട്ട് അങ്ങോട്ട് നടന്നതാണ്, തിരിച്ച് നടന്നതാണ്. അപ്പോൾ സൗണ്ട് കേട്ടിട്ട് വീണ്ടും നമ്മൾ വന്നതാണ്. നമ്മളിപ്പം കുത്തി കൊണ്ട് വീണ്ടും ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. മീൻ ഭ്രാന്തായി തോന്നുന്നു. അതെ താർക്കുന്നു. വാ ഇത് നാടനോ വിയറ്റ്നാമോ? വിയറ്റ്നാം. ആ വിയറ്റ്നാമോ? വിയറ്റ്നാമീന്ന് കൊട്ടയം പണം പിടിച്ച്. നാടനാ അത് വിയറ്റ്നാം. അടുത്ത് മച്ചാമാരെ നമ്മൾ സൗണ്ട് കേട്ട് സത്യം പറഞ്ഞാൽ സൗണ്ട് കേട്ട് തിരിച്ചു വന്നു കേട്ടോ.
അടുത്ത് കയറി വെട്ടി. ഇപ്പം എത്ര 6ാമത്തെ വരാലോ? 6ാമത്തെ വരാലോ. നമ്മളെ ഇതിനകത്ത് പെട്ടെന്ന് ഇതിൻ്റെ അകത്തോട് ഇടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ഷോ ചെയ്യാൻ പറ്റത്തില്ല. കയ്യിൽ നിങ്ങനെ തിന്നിപ്പോയാൽ അടിച്ചാൽ ഇങ്ങോട്ട് ക്യാമറമാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇത് കണ്ടോ മീൻ കിടക്കുന്നുണ്ടോ? 6ാമത്തെ മീൻ കിടക്കവിടെ. വേണ്ട ഇത്ര മീനുണ്ട് കേട്ടോ. ഒരു വാളയകത്ത് കിടക്കുന്നുണ്ടോ? ഇന്ന് രാത്രി വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുത്തുന്ന ചൂണ്ട മൊത്തം മീൻ വെട്ടുക. നമ്മൾ വരാൻ നോക്കി നിൽക്കാൻ തോന്നുന്നു. അടുത്ത് അതേലും അടിച്ചു. അതെ ഇതെന്തൊരു ക്രാന്ത് പിടിച്ച മീൻ. ഇത് വിയറ്റ്നാമോ നാണല്ലോ? വിയറ്റ്നാമാ കണ്ടറിയാണ്ട്. അവൻ്റെ കൈ കണ്ടാ അറിയാം. വിയറ്റ്നാം ഭാഷ സംസാരിക്കുന്നത്. ഒരു മീന് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. അത് കൊണ്ടായി മാറിക്കേ. കുക്കത്ര മോശമാണ്. ആ അടുത്ത് 7ാമത്തെ വരാല് വേണ്ട മച്ചന്മാരെ. വിയറ്റ്നാം 7ാമത്ത്. ലാസ്റ്റ് എന്തോ പറഞ്ഞാൽ ലാസ്റ്റ് നിങ്ങളെല്ലാം മീനെല്ലാം കാണിക്കും. അല്ലെ നമ്മൾ വെറുതെ പറയാമെന്ന് ഒരിക്കലും കരുതല്ലേ. 7ാമത്തെ മീനെ ഐശ്വര്യമായിട്ട് നമ്മൾ കൊണ്ടുവന്ന ബൈറ്റ് പോത്താ. അറിയാൻ അണ്ണാക്കില്ല കേട്ടോ. ഇല്ല ഉരി 7ാമത്തെ മീനെ ഇടുവാണ്. അതെ വിയറ്റ്നാം 1ാം വിയറ്റ്നാം വരാൽ. അല്ലല്ല വിയറ്റ്നാം അല്ലടാ, നാടൻ. അല്ലല്ല നീ ക്രോസ് ആണോ ഇനി? എന്ത് വരും ആട്ടെ. പിന്നെ വരാൽ. അപ്പോൾ മച്ചന്മാരെ ഇനി 2 ലൈവ് വൈറ്റും കൂടെ ഉള്ളൂ നമ്മുടെ. ബാക്കിയെല്ലാം തീർന്നു. അപ്പോൾ അത് ചെറുതാണ്, അതിനെ കൂടെ കോർത്തിടുവാണ്. അങ്ങേയറ്റം വരെ പോയിട്ട് ഒന്നുകൂടെ നടന്നിട്ട് വരും. ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് അറിയത്തില്ല. ലാസ്റ്റ് നിങ്ങളെ മീനെല്ലാം കൂടെ കാണിക്കും കേട്ടോ. കാണിക്കാൻ നിരാശപ്പെടുത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾക്കാണ് നമ്മുടെ ഭയങ്കര സപ്പോർട്ടാണ് പ്രവാസികൾ. അവർ ഓരോരുത്തരും നമ്മളെ പേഴ്സണായിട്ടും മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ട് പറയുന്നുണ്ട്. അവർക്ക് വീഡിയോ കാണുന്നുണ്ട്, ഭയങ്കര റിലാക്സ് ഒക്കെ ആകുന്നുണ്ട് ജോലി തിരക്കിനിടയ്ക്കൊക്കെ. അപ്പോൾ അതിന് വേണ്ടി കൂടാണ് നമ്മൾ ഇത്രയും ഈ പാമ്പൊക്കെ ഉള്ള സ്ഥലം ചവിട്ടി മെതിച്ച് വീഡിയോ ഇടാനും ശ്രമിക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. ഇന്നത്തെ ദിവസം നമുക്കിവിടുന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അടുത്ത് മീൻ അടിച്ചിട്ടുണ്ട്. വന്നേ അത് മീൻ ഓടിയാണ് തീറ്റെടുക്കുന്ന സമയം തോന്നുന്നു. ഇപ്പം ഇത്തരം അടിച്ചില്ലായിരുന്നു. നമ്മൾ നോക്കിട്ട് പോയല്ലേ. ഒന്നുകൂടെ ഞങ്ങൾ റൗണ്ട് അടിച്ച സമയം ഒന്നും ആയില്ല. എന്ത് ഇല്ല സൈസ് സാധനമാണ്. ജസ്റ്റ് മിസ് കടന്ന് പിടിച്ച് നാടൻ കടന്നുകൊണ്ട് നിങ്ങളെ കാണിക്കാം. നാടനല്ല വിയറ്റ്നാം. 1 കിലോളം വലിപ്പമുള്ള വിയറ്റ്നാം. എനിക്കിന്നെ വിടാൻ പറ്റത്തില്ല. വേണ്ടേ 1 കിലോളം വലിപ്പമുള്ള വിയറ്റ്നാം ചാക്കാണി. ഓ ജസ്റ്റ് തലയും കുത്തി വീണ്. തീറ്റ് കീറുന്ന ശകലത്തിനോടെ പോയെ. ഞാൻ മറ്റേ അർജന്റീന ഗോൾ കീപ്പർ ചാടി പിടിക്കുന്നവർ പിടിച്ചില്ലായിരുന്നു. സാധനം പോയനെ. അവാ തീറ്റി മറ്റെന്തി ലൈവായിട്ട് തീർന്നു കേട്ടോ. ഒരെണ്ണം കൂടെ ഉണ്ട്. അടിച്ചേ ഒറ്റ ലൈവായിട്ടും കൂടെ ഉണ്ട്. ഒരു ചെറുത് കണ്ടോ ഒരു ചെറുതും കൂടെ ഉള്ളൂ. അതും കൂടെ കോർത്തിട്ടേക്കാം. ഇനി എത്ര വെട്ടിയാലും ആദ്യം അടിച്ചില്ലായിരുന്നു. തീറ്റ വെട്ടി കിടക്കുവായിരുന്നു. ഇപ്പൊ മീൻ തീറ്റ എടുക്കുന്ന സമയമാണെന്ന് തോന്നുന്നു കേട്ടോ. അതായിരിക്കും നമ്മൾ ഈ സമയം കൊണ്ട് ഇത്ര അടിച്ച് നമ്മൾ തീറ്റ മാറ്റിയിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനൊരു അനുഭവം കിട്ടും. ഇത്രയും നാൾ നമ്മൾ ചൂണ്ട കെട്ടിയിട്ട് ഇങ്ങനൊരു അനുഭവമില്ല. ഈ നമ്മൾ കെട്ടും 3-4 വരാൽ കിട്ടും. നമ്മുടെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ. 3-4 വരാൽ കിട്ടും, നമ്മൾ പരിപാടി നിർത്തിപ്പോവും. പക്ഷേ ഇപ്പം അതുപോലല്ല. എന്താണെന്ന് അറിയത്തില്ല, പടപടാന്നടിക്കുക. എനിക്ക് വിയറ്റ്നാം വരാൽ ഇറങ്ങിക്കൊണ്ടായിരിക്കാം. നാടനൊന്നും ഇതുപോലെയുള്ള പ്രാന്ത് പിടിച്ചുള്ള തീറ്റയെടുപ്പൊന്നുമില്ല. വാ നിങ്ങൾ അടിച്ചാ ഇതും കൂടെ ഒന്ന് കുത്തി ഇട്ടേക്കാം. നിങ്ങൾക്ക് കിട്ടിയ മീനെല്ലാം ഒന്നുകൂടെ കാണിക്കുക. അല്ല നമ്മൾ വീണ്ടും കള്ളം പറയുകയെന്ന് ചിലപ്പോൾ ചിലതിലൊക്കെ കമൻറ്റിട സാധ്യതയുണ്ട്. 8 വരാലോളം കിട്ടിയിട്ടുണ്ട്. വാ കുറഞ്ഞിടുക. ഞാൻ പറയാം വേണ്ടോ. നമുക്ക് ഇത്ര മീനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 1 2 3 4 5 6 7 8 വരാലും ഒരു വാള് കേട്ടോ. നല്ല സൈസ്. ഈ വിയറ്റ്നാം വരാലും കേട്ടോ. ഇതാണ് നമ്മൾ ചാടി മറ്റേ
എമിലിയാനോ മാർട്ടിനൻസ് പിടിച്ച പോലെ ചാടി പിടിച്ച് വരാല് കേട്ടോ. ഇതൊക്കെ റെഡിയായ ഇവിടെ സത്തം തോന്നില്ല, ഇവ സത്ത് കേട്ടോ. അപ്പോൾ ഇത്രയും മീനാണ് നമ്മൾ നമ്മൾ ദേഹത്തിൻ്റെ അഴുക്കാണ് കേട്ടോ. വേണം ചാടി ഇടിക്കാൻ തോന്നുന്നു മച്ചന്മാരെ. നമുക്കപ്പോൾ ഇത്ര മീനാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ ഇത്ര രാത്രി കഷ്ടപ്പെട്ടതിന് 1-2 ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ മീനെല്ലാം, ഈ ലൈവ് വെയിറ്റ് പിടിച്ചതും ചൂണ്ട കിട്ടിയതെല്ലാം കൂടെ. ഇത്ര മീനെ നമുക്ക് രാത്രി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.